തൊണ്ടി മുതൽ കാണാതായ കേസ് പരിഗണിക്കുന്നത് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. കേസിൽ ആന്റണി രാജു MLA തിരുവനന്തപുരം നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായിരുന്നു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ. ഉമേഷ്, 34 വർഷം പഴക്കമുള്ള ഒരു പുരാതനമായ കേസാണ്. അത് വിചാരണയിലേക്ക് പോകുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഡേറ്റ് ഒന്ന് മാറ്റിയാലും. തീർച്ചയായും ഹാഷ്മി പറഞ്ഞതുപോലെ 34 വർഷം പഴക്കമുള്ള കേസ്. ഈ കേസിൽ വിചാരണ നടപടികൾ ഒഴിവാക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ മുൻ മന്ത്രി ആന്റണി രാജു പോയി. പക്ഷേ ഒന്നും നടന്നില്ല. കോടതിയിൽ വിചാരണ നേരിടണം, വളരെ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു സുപ്രീം കോടതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായി ഇപ്പോൾ വിചാരണ കോടതിയായ കേസ് നടക്കുന്ന കോടതിയായ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹം നേരിട്ട് ഹാജരായത്. നേരിട്ട് ഹാജരായ ശേഷം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഇത്തരത്തിൽ MLA MP മാർക്ക് കോടതികളിൽ വിചാരണയ്ക്ക് പ്രത്യേക കോടതിയുണ്ട് എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തി. കോടതിയോട് പറഞ്ഞു. കോടതി അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഹർജി സമർപ്പിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടിയാണ് 23-ലേക്ക് മാറ്റിയത്. ഒരുപക്ഷെ വിചാരണ ഇവിടെ നടക്കാൻ സാധ്യതയില്ല. ഈ സുപ്രീം കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിൽ MP MLA മാരുടെ കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക കോടതിയുണ്ട്. ആ കോടതിയുമായി ബന്ധപ്പെട്ട് ആ കോടതിയിലേക്ക് വിചാരണ മാറ്റണമെന്നുള്ള ആവശ്യം ഇപ്പോൾ നെടുമങ്ങാട് കോടതിയിൽ സമർപ്പിക്കാനാണ് പ്രതിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. എന്നാലും ആന്റണി രാജു നേരിട്ട് കോടതിയിലെത്തി വിചാരണ നേരിടും. പക്ഷേ അത് ഇവിടെയാണോ അതോ MP മാരുടെയും MLA മാരുടെയും പ്രത്യേക കോടതിയിലാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനുവേണ്ടിയാണ് 23-ലേക്ക് കാര്യങ്ങൾ മാറ്റിയത്. ഇന്ന് വിചാരണ തീരുമാനിക്കാൻ വേണ്ടിയായിരുന്നു ഇന്ന് പ്രതികളെ രണ്ടുപേരെയും വിളിച്ചു വരുത്തിയത്. അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ പ്രതിഭാഗം ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. അത് ഹർജി സമർപ്പിക്കും, അതിനുശേഷം തീരുമാനിക്കാമെന്നുള്ള നിലപാടിലേക്ക് കോടതി എത്തുകയായിരുന്നു. ഹഷ്മി. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു കോടതി കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതകം താൻ നിരപരാധിയാണെന്ന് പ്രതി ജോർജ് കുര്യൻ പറയുകയാണ്. അതേസമയം മരണം ഉറപ്പാക്കാൻ വീണ്ടും വെടിവെച്ചു. ഈ പ്രതി നിരായുധരെ വെടിവെച്ചു, മുൻകൂട്ടി പ്ലാൻ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കൊലപാതക കേസിൽ അല്പസമയത്തിനകം ശിക്ഷാവിധി വരികയും ചെയ്യും.